ഹലോ യെസ്. അത്ര പ്രോ പ്ലെയറൊന്നുമല്ല, ഞാനത്ര പ്രോ പ്ലെയറൊന്നും അല്ല. ഞാൻ ഡിവിഷൻ 7 ആണ്, അത്ര വലിയ ടീമും അല്ല. അതുകൊണ്ട് എല്ലാ കളിയും പൊട്ടാനാണ് ചാൻസ്. സോ എന്നാലും ഇന്ന് നിങ്ങളുടെ കമൻറ്റിൽ കിട്ടിയ സപ്പോർട്ട് കൊണ്ട് ഈ ഫുട്ബോൾ കളിച്ച് ഞാനത് റെക്കോർഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ഗേസ്, മാച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനാണ് ഡെവിൾസ്. തൽക്കാലം ഞാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയാണ് ഹോം ടീമായിട്ട് ഇട്ടിരിക്കുന്നത്. ആദ്യം നമ്മളൊരു ഫോർമേഷൻ എന്താണെന്ന് വെച്ചാൽ അത്ര പവർഫുള്ളായിട്ടുള്ള ഫോർമേഷനൊന്നും അല്ല. നമുക്ക് അത്ര വലിയ ടോപ്പ് നോച്ച് പ്ലേയേഴ്സും ഇല്ല. ഈ ഒരു ലിമിറ്റഡ് സെറ്റപ്പിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കളി തേഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഫോർമേഷൻ പരീക്ഷിക്കാം. ഓപ്പോണൻറ്റിൻ്റെ ടീമിനെ നോക്കട്ടെ ഞാൻ. കുഴപ്പമില്ല, എന്നെക്കാട്ടി നല്ല ടീമാണ്, എന്നാലും കളിച്ച് നോക്കട്ടെ. കമോൺ ഗൈസ്. സെറ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്, എന്നാലും ഞാൻ നോക്കുകയാണ്. സ്കിപ്പ് ചെയ്തോളാം. എൻ്റെ സ്കിൽസൊക്കെ ഷോ ആയതുകൊണ്ട് എനിക്ക് എത്രമാത്രം എഫക്റ്റീവായിട്ട് കളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. മൈക്ക് ഓൺ ആയിക്കൊണ്ടായിരിക്കുന്നുണ്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കിട്ടാത്. ഓക്കെ, കമോൺ. അവരുടെ കിക്ക് ഓഫാണ്. അയ്യോ, പണി പാടുമല്ലോ. ഞാനേ എൻ്റെ കൺസോൾ ഗെയിം സെറ്റിങ്സ് ഈ പോസ് ചെയ്താൽ പറ്റത്തില്ല. ഞാനേ എന്നിട്ട് ഫ്ലിക്ക് ആൻഡ് ഫ്ലോ കിടക്കുന്നു, അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. ഈ ഫ്ലിക്കാണ്. ഓക്കെ, ഞാനത് മാറ്റി പ്ലേ സെറ്റിങ്സിനകത്ത് ഫ്ലിക്ക് ആൻഡ് ഫ്ലോ മാറ്റിയിട്ട് ചെൽപ്പാടാക്കിയാൽ സെറ്റാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാ ഇനി വേണം മോനെ. ഒലിവർക്കാനൊക്കെയാണ് ഗോൾ കീപ്പർ. വരട്ടെ. കമോൺ എൻ്റെ എംബാപ്പെ മോനെ, ബാ. ബാക്ക് പാസ് കൊടുത്ത് നോക്കാം. ഓക്കെ, ഓഡ്രി എൻ്റെ പുണ്യ തേനി. ഓ, കിട്ടിയ ഷോട്ട് നല്ലൊരു. റീസ്റ്റാർട്ട് ഫ്രം എൻ്റെ ഡോണറുമ മോൻ. വാൻഡേക്കിന് കൊടുക്കുന്നില്ല. അങ്ങ് ട്രെൻഡ് അലക്സാണ്ടർ ആർണോട്ട്. കമാവിങ്കയുടെ അവരുടെ ബാറ്റിസ്റ്റൂട്ട. ഓ, അവൻ്റെ ഗോൾ സ്ട്രൈക്കർ ബാറ്റിസ്റ്റൂട്ട. തേഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്ര വലിയ കളിയൊന്നുമില്ല. 17ാമത്തെ മിനിറ്റ് തന്നെ അവന്മാർ ഗോളടിച്ച്. അങ്ങനെ ഒരു ഗോളിൻ്റെ സൗന്ദര്യം നോക്കാൻ നിൽക്കുന്നില്ല. കമാൻ, എങ്ങനെയെങ്കിലും തിരിച്ചടിക്കണം. കമാൻ കെയ്ൻ. എൻ്റെ മിസ്റ്റേക്കാണത്. കറക്റ്റായിട്ടുണ്ട് അടിക്കായിരുന്നു മെസ്സി. എനിക്ക് കോർണർ എടുക്കാൻ അത്ര ഒട്ടും എക്സ്പേർട്ട് അല്ല. എന്നാലും മെസ്സി യെസ്. അലക്സ് സാഞ്ചസ് എൻ്റെ ഹസാർഡ് മൂനിയൂസ്. പിടിക്കും വേണ്ടായി പിടിക്കും. ഷിറ്റ്, നമുക്ക് അത്ര നല്ല ടീമൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ കളി നമ്മൾ പിടിക്കും. ഓ, 2 ഗോള്. ഈ കളി നമുക്ക് തിരിച്ചു പിടിക്കാൻ നല്ല പാടായിരിക്കും. 2 ഗോളൊക്കെ ചമ്പി കഴിക്കാൻ സീന്. അടുത്ത കെയ്ൻ.
കൺസോളായിട്ട് ഡിഫൻസ് കേട്ടോ. ഓക്കെ, എത്ര കമോൺ, നമ്മൾ ഇവിടുന്ന് കളി പിടിക്കും. ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇവിടുന്ന് കളി പിടിക്കുന്നു. ഓ, ഫ്രീ കിക്ക് മെസ്സിയെ കൊണ്ട് അടിപ്പിച്ച് നോക്കാം. അടിക്കാൻ ഒരു ചാൻസും ഇല്ല. ഓ, അവന്മാർ റോഡ്രി സെക്കൻഡ് ഹാഫ് അവന്മാർ പിടിച്ച് 4 തോറ്റ്. ഞാൻ പാഴ് കളിയാന്ന് എനിക്കറിയാം, എന്നാലും പിന്നെ നിങ്ങളുടെ അടുത്തൊരു നാണക്കേടില്ല, എനിക്ക് ഇടാമല്ലോ. സെക്കൻഡ് ഹാഫ് നമ്മൾ പൂശും. ഞാൻ അതുകൊണ്ട് കളിച്ച് തുടങ്ങുന്ന സെറ്റപ്പ് ചെയ്ത് അങ്ങ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പ്രോ പ്ലെയറായിട്ട് നിങ്ങൾക്കിത് ഞാനറിയാണ്ട് തോൽവിയൊക്കെ 2 ഷോട്ട് നമ്മൾ തോൽവിയൊക്കെ നമ്മൾ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, കമോൺ കെയ്ൻ. കമോൺ ഹെമങ്ക, അത് പൂഷടാ, മറിക്കടവനെ. തൂക്കിയത് ലേറ്റ്. നല്ലൊരു പിടിക്കേണ്ട ഗെയിമായിരുന്നു. യെസ്, ഇനി ഗോൾ അടുപ്പിക്കത്തില്ല, ഇനി ആരെ കൊണ്ട് അടുപ്പിക്കത്തില്ല. ചത്ത് കിടക്കും ഞാൻ. Dyke. അങ്ങനെ ആദ്യത്തെ കളി നമ്മൾ 3 ഗോളിന് പൊട്ടി. നമ്മളെ കൊണ്ട് കിട്ടിയ കൂടുതൽ ഗെയിമല്ല ബ്രോ. ശരിയാണ്, റഷ്യ നമുക്ക് അടിക്കത്തില്ല. ക്ലിയർ ചെയ്യുന്നു. ഞാൻ 4th ഡിവിഷനിൽ നിന്ന് എങ്ങനെ 7th ഡിവിഷനിലോട്ട് പോകുന്നു? കഷ്ടപ്പെട്ട് 4th ഡിവിഷൻ വരെ വന്നായിരുന്നു. ഉണ്ട് കളിക്കാരിക്കുമ്പോൾ പോവായിരിക്കുമല്ലോ. കുസാബ്രി 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 55 മിനിറ്റായി. ബെക്കാമൊക്കെ ഉണ്ടാവാൻ എന്ത് തീറ്റീന്ന് അവൻ്റെ തോറ്റ് കഴിഞ്ഞിട്ട് നാണക്കേടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
ഓക്കെ, എന്തായാലും ഡിവിഷൻ ലീഗ് മാത്രം കളിച്ചുകൊണ്ടിരിക്കാം. ഹസാർഡ് അങ്ങനെ ആദ്യ കളി നമ്മൾ ഒരു സാധനം എടുക്കാതെ പൊട്ടി. പക്ഷെ നമ്മൾ അടുത്ത ഫോർമേഷനായിട്ട് ഒന്ന് പിടിക്കും. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഉദ്യമം പരാജയപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും ഉച്ച കഴിഞ്ഞ് നമുക്കൊരു കളി കേട്ടോ ഒന്ന് പിടിക്കാം.